അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. ബഹുമാന്യരായ സഹോദരീ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന അള്ളാഹുവുമായുള്ള ബന്ധത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന ചില വ്യവഹാര രൂപങ്ങളെ പറ്റിയാണല്ലോ നാം ഒരുപാട് ധാരാളം ക്ലാസ്സുകളിലൂടെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഹവയെ പറ്റിയാണ്, അഥവാ ഈഗോയെ പറ്റിയാണ്. അതിൻ്റെ ദൂഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഷർറ് നമുക്ക് എങ്ങനെയാണ് വരുന്നത് എന്നതിനെ പറ്റിയാണ് നാം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങളും ആ വിഷയത്തിൽ നാം അറിഞ്ഞു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട തിരിച്ചറിയേണ്ട ചില കാര്യങ്ങൾ തന്നെയാണ് ഈ ക്ലാസ്സിലും നാം പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹവ നമുക്ക് പ്രതികൂലമായി മാറുന്നത്, നമുക്കെതിരായി മാറുന്നത്, അതിൻ്റെ ദുസ്വാധീനം അത് പ്രതിഫലിക്കുന്നത് എങ്ങനെയെന്ന് നാം തിരിച്ചറിയണം. അതിലൊന്നാണ് നാം നമ്മുടെ ഈ ജീവിതത്തിൽ സ്ഥിരമായി ഏത് സന്ദർഭത്തിലും ഉണ്ടായിരിക്കേണ്ട മഹത്തായ ഒരു ഗുണം, ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ പറ്റിയുള്ള ബോധം. ആ ബോധമില്ലാത്തൊരു ജീവിതം ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ലല്ലോ. എന്നാൽ ഹവ മൂത്തു കഴിഞ്ഞാൽ, ഈഗോ വന്നു കഴിഞ്ഞാൽ ആ ബോധം, പരലോകബോധം ഇല്ലാതായിത്തീരും. അള്ളാഹു തന്നെ അത്തരത്തിലുള്ള ആളുകളുടെ ഹൃദയത്തിൽ നിന്നും ദിക്റിനെ, അവനെ പറ്റിയുള്ള ദിക്റിനെ ഉയർത്തപ്പെടും. ആ ഹൃദയത്തിൽ നിന്ന് ഉയർത്തപ്പെടും. അത്ര ഗൗരവമാണത്, വെറുതെ പറയുകയില്ല. സൂറത്തുൽ കഹ്ഫ് 18-ാമത്തെ സൂക്തം, 18-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ കഹ്ഫ്. അതിലെ 29-ാമത്തെ സൂക്തം ഉണർത്തുന്നു, വലാതുതി, നീ അനുസരിക്കാനേ പോകരുത്. മൻ അഗ്ഫൽനാ ഖൽബഹു, അവന്റെ ഹൃദയത്തെ നാം അശ്രദ്ധമാക്കിയിട്ടുണ്ട്. അൻ ദിക്രിന, നമ്മെ പറ്റിയുള്ള ദിക്റിൽ നിന്ന്. അള്ളാഹു അവനെ പറ്റിയുള്ള ദിക്ർ ഉയർത്തപ്പെട്ട ഹൃദയമുള്ള ആളുകളെ നീ അനുസരിക്കരുത്. എന്താ കാരണം? വത്തബാഹവാഹു, അവന്റെ ഹവയെയാണ് പിന്തുടർന്നു പോകുന്നത്. വകാന അംറുഹു ഫുറുത, അതുകൊണ്ട് തന്നെ അവൻ അതിര് വിട്ടുപോയിട്ടുണ്ട്. അള്ളാഹു നിശ്ചയിച്ച മിതമായ പാതയിൽ നിന്ന് ഒരടിമ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന അവസ്ഥയിൽ നിന്ന് തെന്നിമാറി അതിര് വിട്ടുപോയവനാണവൻ. ഖസ്ദുസ്സബീലിൽ നിന്ന്, മിതപാതയിൽ നിന്ന്, മിതമായ അള്ളാഹു നിശ്ചയിച്ച പാതയിൽ നിന്ന് താൻ അടിമയാണ്, എൻ്റെ യജമാനനാണ് അള്ളാഹു, ഞാൻ അവന് കീഴ്പ്പെട്ടവനാണ് എന്ന ബോധം നഷ്ടപ്പെട്ട് ദിക്റേ ഇല്ലാതായി പോകുന്ന അവസ്ഥ ഉണ്ടാക്കി തീർക്കും. ഗൗരവമുള്ള ഒരു വിഷയമാണിത്. അതേപോലെ തന്നെ വളരെ ഗുരുതരമായ മറ്റൊരു പ്രശ്നമാണ് പരലോകബോധം എന്നത്. ഇതും ഇല്ലാതാക്കും. ആ ബോധമില്ലാത്തൊരു ജീവിതമാക്കി മാറ്റും. അങ്ങനെ വിശ്വാസമുണ്ട് എന്നൊക്കെ പറയും, പക്ഷെ ബോധമുണ്ടാവൂല. പരലോകമുണ്ടെന്ന ബോധത്തിലല്ല പ്രവർത്തനങ്ങളൊന്നും. കാരണം അവനെ കീഴടക്കിയിരിക്കുന്നത് ഹവയാണ്, അവന്റെ ഈഗോയാണ് അവനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തു ത്വാഹായിൽ 16-ാമത്തെ സൂക്തത്തിൽ വിവരിക്കുന്നത് ശ്രദ്ധിക്കുക. വലായസുദ്ദന്നക, നിന്നെ പരലോകബോധത്തിൽ നിന്നും തടയാതിരിക്കട്ടെ, പരലോകബോധത്തിൽ നിന്നും നിന്നെ തിരിച്ചു വിടാതിരിക്കട്ടെ. മൻ ലാ യുഅ്മിനു ബിഹാ, അതിൽ വിശ്വസിക്കാത്ത ആളുകൾ, അതിൽ വിശ്വസിക്കാത്തവൻ, അതിൽ വിശ്വാസമില്ല അവൻ യഥാർത്ഥത്തിൽ, അവൻ നിന്റെ ആ പരലോകബോധത്തിൽ നിന്നും തടയാതിരിക്കട്ടെ. വത്തബാ ഹവാഹു, അവൻ ഹവയെ പിന്തുടർന്നു പോവുകയാണ്. അവന്റെ ഹവയാണ് അവനെ നയിക്കുന്നത്. ഫതർദാ, നീ അങ്ങനെ ആയിപ്പോയാൽ നീ തകർന്നടിഞ്ഞു പോകും, നാശമടിഞ്ഞു പോകും. അതുകൊണ്ട് ഹവയെ പിന്തുടരുന്നവന് പരലോകബോധവും ഉണ്ടാവില്ല. അള്ളാഹുവിനെ പറ്റിയുള്ള ദിക്ർ അവന്റെ ഹൃദയത്തിൽ നിന്ന് ഉയർത്തപ്പെടുകയും ചെയ്യും.
അതേപോലെ തന്നെ മൂന്നാമത് ഒരു വിഷയമാണ്, പ്രതികൂലമായി വളരെ ഗുരുതരമായ വിഷയമായി ബാധിക്കുന്ന ഒന്നാണ്. അള്ളാഹു ലോകത്തിന് വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. അവന്റെ ഖദറനുസരിച്ചാണ് എല്ലാം നടക്കുക. അവനാണ് എല്ലാം ഈ ഭൂമിയിൽ നടക്കുന്ന ഓരോ ചലനങ്ങളും അവന്റെ ഖദറനുസരിച്ചാണ് നടക്കുന്നത്. എത്ര മഴ പെയ്യണം, എപ്പോൾ മഴ പെയ്യണം, വെയിലെങ്ങനെ, എത്ര ചൂട്, എപ്പോഴാണ് അതിന്റെ ശക്തമായ ചൂട്, ഇതൊക്കെ അള്ളാഹ് നിശ്ചയിക്കുന്നതാണ്. തണുപ്പ്, അതേപോലെ തന്നെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും അത് അള്ളാഹു നിശ്ചയിക്കുന്നതാണ്. എന്നാൽ ഹവ പിന്തുടരുന്നവൻ അള്ളാഹുവിന്റെ നിയമം തനിക്കനുകൂലമാകണം, ഇല്ലെങ്കിൽ അതിനോട് പ്രതിരോധവും പ്രതിഷേധവും ആയിരിക്കും. എന്താണ് ഇപ്പോഴൊരു മഴ? എന്താ നമ്മളിറങ്ങിയാൽ ഇങ്ങനെയാണ്, നമ്മളൊരു വഴിക്കിറങ്ങുകയാണെങ്കിൽ അന്ന് ഒരു ശല്യം മഴ. ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിന്റെ നിയമത്തിനനുസരിച്ച് പോകേണ്ടവൻ, അവന്റെ ഖദറിനോട് ഒട്ടിച്ചേർന്ന് ജീവിക്കേണ്ടവൻ, അതിനെ പഴിചാറുന്നവൻ, എന്തൊരു വെയിൽ, എന്തൊരു പ്രയാസം. ചുരുക്കി പറഞ്ഞാൽ ഒരു ഉറുമ്പിന്റെ കടി പോലും അസഹ്യമായി തോന്നുന്ന, സഹിക്കാനാവാത്ത, ക്ഷമിക്കാനാവാത്ത പരാതിക്കെട്ടുകളുമായി പറയുന്ന ഒരവസ്ഥ ഈഗോയിസ്റ്റിക്കിന് സംഭവിക്കും. അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥയെ തനിക്കനുകൂലമാകണം, അഥവാ അള്ളാഹുവിന്റെ നിയന്ത്രണം സ്വന്തം മനസ്സുകൊണ്ട് നിയന്ത്രിക്കണം എന്ന ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് ഹവ കടന്നുകൂടിയാൽ എത്തിപ്പെടും. അതാണ് ഹവയുടെ മറ്റൊരു ഗുരുതരമായ പ്രശ്നം. ഇതൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സംഗതികളാണ്. അങ്ങനെ ഒന്ന് തോന്നിയാൽ ഉടനെ ഇസ്തിഗ്ഫാർ ചെയ്യണം. നമ്മളൊരു വഴിക്ക്, വളരെ പ്രധാനപ്പെട്ട ഒരു വഴിക്ക് ഇറങ്ങി പുറപ്പെട്ട് എല്ലാവിധ ഒരുക്കങ്ങളും ഒരുങ്ങി, അതിനുവേണ്ട യാത്രാ വിഷയങ്ങളൊക്കെ തയ്യാറാക്കി രാവിലെ എഴുന്നേറ്റാൽ ഒരു പക്ഷേ മറ്റൊന്നായിരിക്കും അള്ളാഹുവിന്റെ നിയമം ഇവിടെ സംഭവിക്കുന്നത്. ഒരു പരാതിയുമില്ലാതെ അതിൽ നിന്ന് അള്ളാഹു നിശ്ചയിച്ച മാർഗം എന്താണോ അവിടെ വെച്ചത് അതിലേക്ക് നീങ്ങാൻ, ഒരു പരാതിയുമില്ലാതെ നീങ്ങാൻ സാധിക്കണമെങ്കിൽ ഹവയിൽ നിന്ന് തന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചേ കാര്യങ്ങൾ നടക്കാവൂ എന്ന അവസ്ഥയിൽ നിന്ന് വിട്ടുനിൽക്കണം. അങ്ങനെയാകുമ്പോൾ എന്തൊരു സുഖമായിരിക്കും ഈ ജീവിതം. ആ നിയമത്തിനനുസരിച്ച് ജീവിക്കുക, അതാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് തടസ്സം നിൽക്കുന്നതും ഹവയാണ്. മറ്റൊന്ന് അതിഗുരുതരമായ മറ്റൊരു വിഷയമാണ് സ്വന്തം ദുഷ്ചെയ്തികളെ, ദുഷ്ടപ്രവർത്തനങ്ങളെ മനസ്സ് ഭംഗിയാക്കി കാണിച്ചു തരും. അതങ്ങനെ തന്നെയാണ് വേണ്ടത്, അതങ്ങനെ ചെയ്യണം. ഇത് ഏതാണ്? ഏറ്റവും ദുഷ്ടമായ ഒരു പ്രവർത്തനമാണ്. അത്രയും നമ്മെ അധപ്പതിപ്പിക്കും ഹവ വന്നു കഴിഞ്ഞാൽ. അഥവാ 4 തെറിയാണ് വിളിച്ചപ്പോഴാണ് നേരെ വഴിക്കണ് വന്നത്. അപ്പോ അവിടെ തെറിയാ വേണ്ടത്, മനസ്സ് ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുകയാണ്. നല്ല അശ്ലീലമായ കുറച്ച് പ്രയോഗങ്ങളാണ് ചെന്നപ്പം നേരെ വഴിക്ക് മിണ്ടാതെ ഉണ്ടായി. പിന്നെ അവന് മിണ്ടാട്ടല്ല, ഇത് ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുന്നു. അപമാനിച്ചൊതുക്കുക, എന്നാൽ അവൻ അവിടെ അപ്പോഴേ അവനവിടെ നിൽക്കൂ എന്നുള്ള അവസ്ഥയിലേക്ക് എല്ലാ ദുഷ്ടപ്രവർത്തനങ്ങളെയും താറടിച്ചു കാണിക്കൽ, കയ്യേറ്റം ചെയ്യൽ, അങ്ങനെ തുടങ്ങി ഓരോന്നും ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവം ഈഗോ മൂലമുണ്ടാവും. ഒരിക്കലും മാറാൻ തയ്യാറില്ലാത്ത ഒരു പ്രത്യേകമായ അവസ്ഥയാണ് സഹോദരന്മാരെ അതുകൊണ്ടൊക്കെ ഉണ്ടാവുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിരിക്കുന്നത് നീ പ്രതിരോധിക്കേണ്ടത് ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലത് കൊണ്ട് നീ പ്രതിരോധിക്കുക. അങ്ങനെയുള്ള ഏതൊക്കെ മോശമായ സാഹചര്യത്തിലും മനസ്സിനെ പതറാതെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്ന ഒരു വിശിഷ്ടമായ സ്വഭാവം കടന്നു വരണം നമ്മിലേക്ക്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്തെല്ലാം കേട്ടതാണ്. ഒരു നാട്ടിലെ ബഹുഭൂരിഭാഗം ആളുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭ്രാന്തനായി ചിത്രീകരിച്ചു. കുടുംബക്കാരുണ്ട്, അതിൽ നാട്ടുകാരുണ്ട്, തൊട്ടടുത്തവരുണ്ട്.
കാണുന്നവരൊക്കെ കേൾക്കുന്നവരൊക്കെ റസൂലിന്റെ തിരുവചനങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകളെ കേൾക്കുമ്പോൾ ഇത് ഏതോ ജ്യോത്സ്യന്റെ പദമാണിത്, ഇത് കള്ളന്മാരുടെ വചനമാണ്, കള്ളനാണ് നീ എന്ന് മുഖത്ത് നോക്കി പറയുന്ന, നാട്ടിലെ ബഹുഭൂരിഭാഗം മനുഷ്യരും ഭ്രാന്തനാക്കി ചിത്രീകരിക്കുന്ന ഒരു മനുഷ്യന്റെ അന്തരംഗം എന്തുമാത്രം സങ്കടകരമായിരിക്കണം, ആരോടൊക്കെ ഈ പരാതി പറഞ്ഞിരിക്കണം. എന്നിട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹായോട് സംസാരിച്ചോ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഞാൻ ഈ ഏർപ്പാട് മാറ്റുകയാണ്, ഇതിന് തിരിച്ചടി കൊടുക്കാതിരിക്കാൻ പറ്റൂല. സ്വന്തം കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖിനോട് റളിയല്ലാഹു അൻഹുവിനോട് പരാതി പറഞ്ഞു. ഇതിങ്ങനെയാണ്. കല്ലെറിഞ്ഞോടിച്ചപ്പോൾ അവരോട് റസൂലുള്ളാഹി, അവർക്ക് വേണ്ടി റസൂലുള്ളാഹി എന്താണ് പറഞ്ഞത്? അവർക്കറിയില്ലല്ലോ, പുറത്തു കൊടുക്കണം പഠിച്ചവനെ. ഇങ്ങനെയുള്ള ഒരവസ്ഥ, ഈഗോ വന്നു കഴിഞ്ഞാൽ എന്റേതായ കാര്യങ്ങൾക്കനുസരിച്ച് എന്റെ ഇഷ്ടം, എന്റെ താല്പര്യം, അതിലേക്കാണ് കടന്നു വരുന്നതെങ്കിൽ ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. അടിക്ക് തിരിച്ചടി, ഒന്നിന് രണ്ട്. പറഞ്ഞാൽ പറയണം, പറഞ്ഞു തൊലക്കണം. ഈ ചിന്തകളൊക്കെ വരുന്നത് ഈഗോയിസ്റ്റിക്കിന് വരുന്നതാണ്. ഹവയാണ് അതിനെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഗുരുതരമായ സ്വഭാവ ദൂഷ്യം വരുന്നതാണ് ഹവ എന്ന് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നു, വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ ഹവയിൽ നിന്ന് വിട്ടുപിരിഞ്ഞാൽ, അത് ഒഴിവാക്കാൻ സാധിച്ചാൽ ഉണ്ടാകാവുന്ന ഒരു വലിയ ഗുണം, ഒരു ദ്രോഹവും ഒരു ദോഷവും നമ്മെ ബാധിക്കില്ല. ആരെന്ത് പറഞ്ഞാലും നമ്മുടെ ഹൃദയം ആ വിഷയത്തിൽ അതിനോ മോശമായ രൂപത്തിൽ ഒരു ചിന്തയും അതിലേക്ക് കടന്നു വരില്ല. മാത്രമല്ല, താൻ ആരാണെന്ന യഥാർത്ഥ വ്യക്തിത്വം തിരിച്ചറിഞ്ഞവനായിരിക്കും. അതാണ് ഒരാളുടെ ദ്രോഹവും, കുറേ നമ്മെ പറ്റിയുള്ള അസൂയയും അതും ഇതും തുടങ്ങി എന്തൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചാലും ഈ അള്ളാഹുവിന്റെ അടിമയായ വ്യക്തിയുടെ വ്യക്തിത്വത്തിന് യാതൊരു തകരാറും യാതൊരു പ്രകോപനവും ഇല്ലാത്ത അള്ളാഹുവിൽ അർപ്പിച്ച ജീവിതമായി മാറും. അതാണ് ഈ ഒരു സ്വഭാവത്തിലേക്കാണ് കടന്നു വരേണ്ടത് എന്ന് നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ എന്നെ വിശ്വസിച്ചവരെ, എൻ്റെ വാക്കുകളെ സത്യമായി കണ്ടവരെ, ഇത് സത്യമാണ്, യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെട്ടവരെ, യാ അയ്യുഹല്ലദീന ആമനു, ഈ സൃഷ്ടാവായ എന്നിൽ വിശ്വസിച്ചവരെ, അലൈക്കും അൻഫുസക്കും, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. അലൈക്കും അൻഫുസക്കും, നിങ്ങളുടെ മനസ്സുകളെ പറ്റി നിങ്ങൾ ബോധവാന്മാരാകണം. എന്തൊക്കെയാണ് അത് പറഞ്ഞു തരുന്നത്? എന്തെല്ലാം ഹദീസിന്റെ നഫ്സുകളാണ്, മനസ്സിന്റെ സംസാരങ്ങളാണ്, ആന്തരിക സംഭാഷണങ്ങളാണ്, മന്ത്രങ്ങളാണ് നടക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതിനനുസരിച്ചല്ല നിങ്ങളുടെ ജീവിതം പിന്തുടരേണ്ടത്. അലൈക്കും അൻഫുസക്കും ലാ യദുറുക്കും, നിങ്ങൾക്കൊരു ദ്രോഹവും വരില്ല, നിങ്ങളെ ദ്രോഹിക്കില്ല, നിങ്ങളിൽ അപമാനം വരുത്തില്ല, നിങ്ങളുടെ ആന്തരികതയിൽ നിങ്ങൾ മോശമാണ് എന്ന് വരില്ല. നിങ്ങളുടെ യഥാർത്ഥ അഖസ്ദുസ്സബീൽ, പാകമായ പാതയിൽ ഏത് സമയത്ത് ഉറച്ചു നിൽക്കും. മന്ദല്ല ഇതഹ്തദൈതും, ആരൊക്കെ വഴിവിട്ട് സംസാരിക്കുന്നുവോ അവർ സംസാരിക്കട്ടെ, ആരൊക്കെ എന്തൊക്കെ പറയാൻ ശ്രമിച്ചാലും അവർ പറയട്ടെ. നമ്മുടെ യഥാർത്ഥ പാന്താവിൽ നിന്ന്, ഹുദയിൽ നിന്ന് വ്യതിചലിക്കാതെ ജീവിക്കുവാനുള്ള സ്വഭാവ വിശുദ്ധി നമ്മിലേക്ക് കടന്നു വരും. അവിടെയാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്ർ നിലനിൽക്കുക. ആശുദ്ധമായ അവസ്ഥയിലാണ് സംഭവിക്കുക. അങ്ങനെ അള്ളാഹുവിന്റെ ദിക്റിനെ നിലനിർത്തുവാൻ, ഹവയിൽ നിന്നും മാറി നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം ശുദ്ധമായ, ശാന്തമായ, പവിത്രമായ ഒരു ജീവിതമാക്കി തീർക്കുമാറാകട്ടെ. അള്ളാഹുവേ, നിന്നെപ്പറ്റിയുള്ള ബോധം ഒരു നിമിഷം പോലും നഷ്ടപ്പെടാതെ ആ ഒരു ജീവിത മാർഗം പിൻപറ്റാൻ ഞങ്ങളിൽ നീ കരുണ നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ, നിന്റെ സ്വർഗം, നിന്റെ പരലോകത്തെ പറ്റിയുള്ള ബോധത്തിൽ
നിന്നെപ്പറ്റിയുള്ള ദിക്റിൽ നിലനിൽക്കുന്ന യഥാർത്ഥ ജീവിതമായി ഞങ്ങളുടെ ജീവിതം നീ മാറ്റിത്തരണമേ. അറിവുകൾ പകർന്നു തന്ന എല്ലാ ഗുരുനാഥന്മാരോടുമുള്ള ബഹുമാനവും ആദരവും നന്ദിയും അറിയിച്ചുകൊണ്ട് അവർക്കെല്ലാവർക്കും അല്ലാഹു പുണ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.